നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുകയാണ്. നിലവിലെ അവസ്ഥ അവിടെ വളരെ മോശകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ അവിടെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ പൗരന്മാരോടൊക്കെ തന്നെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഒഴിയാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യ അടക്കം അവിടെയുള്ള പൗരന്മാരോട്, ഇസ്രായേലാണെങ്കിലും ഇറാനിലുള്ള പൗരന്മാരോടാണെങ്കിലും വളരെ വേഗത്തിൽ തന്നെ എംബസിയുമായി ബന്ധപ്പെടാനും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിലാണെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധരീതി വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാന്റെ പല മേഖലകളും അതുപോലെ തന്നെ സൈനിക മേധാവികളെയും ആണവായുധ ശാസ്ത്രജ്ഞരെയൊക്കെ തന്നെ തേടി പിടിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് അവരെ വധിക്കുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായിട്ട് ഇറാനിലെ പുതിയ സൈനിക മേധാവിയെയും വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ആസ്ഥാനമായ ഗത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മേധാവി മേജർ ജനറൽ അലി ഷംദാനിയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എലിമിനേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് അടുത്ത ആളെയും അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു വ്യക്തിയെയും ഇപ്പോൾ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ ജനറൽ ഗൊലാം അലി റാഷിദിന്റെ പിൻഗാമിയായി ചുമതലയേറ്റതായിരുന്നു അലി ഷംദാനി. എന്നാൽ ഒരാഴ്ച പോലും ഈ ഒരു സ്ഥാനത്ത് തികയ്ക്കാനായിട്ട് പുതിയ മേജറിനെ കൊണ്ട് സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ കൃത്യമായിട്ട് പ്ലാൻ തയ്യാറാക്കി ഇസ്രായേൽ ഇയാളെയും വധിച്ചിരിക്കുകയാണ്. ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് ഇപ്പോൾ അലി ഷംദാനി കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ അവകാശപ്പെടുന്നത്. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഷംദാനി രാജ്യത്തെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തുള്ള നേതാക്കളെയും അതുപോലെ തന്നെ സൈനിക മേധാവിമാരെ എല്ലാം തന്നെ കണ്ടുപിടിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഗത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ ഗോലം അലി റാഷിദ് ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് അലി ഷംദാനിയെ പുതിയ കമാൻഡറായി നിയമിച്ചത്. ഇറാൻ സൈന്യത്തിന്റെ ഏകോപനവും എമർജൻസി കമാൻഡ് സെന്ററുമായി പ്രവർത്തിക്കുന്ന ആസ്ഥാനമാണ് ഗത്തം അൽ അൻബിയ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇവിടെ സൈനിക മേധാവിയായി ചുമതലയേറ്റ മേജർ ജനറൽ അലി ഷംദാനിയെ ദിവസങ്ങൾക്കകം തന്നെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. വ്യോമാക്രമണത്തിൽ അലി ഷംദാനിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇക്കഴിഞ്ഞ 13-ാം തീയതിയാണ് അലി ഷംദാനിയെ ഗത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡറായി നിയോഗിച്ചുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉത്തരവിറക്കിയത്. മികച്ച സേവനവും അനുഭവ പരിചയവും കണക്കിലെടുത്ത് അലി ഷംദാനിക്ക് മേജർ ജനറൽ പദവി നൽകുന്നുവെന്നും സൈനിക മേധാവി സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നുവെന്നും ഖമേനി ട്വീറ്റ് ചെയ്തിരുന്നു. ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത സൈനിക ഉപദേഷ്ടാവുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മേധാവിയായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ വാർ ടീം ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതല ഏറ്റെടുത്ത അലി ഷംദാനിയാണ് ഇറാന്റെ ആക്രമണ പദ്ധതികൾക്കെല്ലാം തന്നെ അംഗീകാരം നൽകിയിരുന്നതും യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതെന്നും IDF പറഞ്ഞു. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിൽ അലി ഷംദാനി പ്രധാന പങ്ക് വഹിച്ചിരുന്നതായി IDF ആരോപിക്കുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇസ്രായേലിന്റെ പിന്തുണയുമായി G7 ഉച്ചകോടിയും ഇപ്പോൾ രംഗത്ത് വരികയാണ്. അവിടെ ഒരു സ്ഥലത്ത് യുദ്ധം നടക്കുകയാണ്. അതിനിടയിലാണ് ഇസ്രായേലിന് പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള വമ്പൻ രാജ്യങ്ങൾ ഇതിനോടകം കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു വേളയിലാണ് ഇപ്പോൾ G7 ഉച്ചകോടിയും ഇസ്രായേലിനെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പ് നൽകുന്നുവെന്നാണ് G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും പ്രധാന കാരണം ഇറാനാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ പ്രമേയം അംഗീകരിച്ചു. ആണവായുധം സ്വന്തമാക്കാൻ ഇറാൻ ഒരിക്കലും കഴിയില്ലെന്ന് ഉറപ്പാണെന്നും G7 രാജ്യങ്ങൾ പ്രമേയത്തിൽ വ്യക്തമാക്കി. മധ്യപൂർവ്വ ഏഷ്യയിലെ സ്ഥിതിഗതികൾ വഷളാക്കിയതിന് ഇറാനാണെന്നും G7 ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിൽ വെടിനിർത്തണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. മധ്യപൂർവ്വ ഏഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ പിന്തുണയ്ക്കുന്നതെന്നും G7 പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ജനങ്ങൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാനുള്ള അവകാശമില്ലെന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. എത്രയും വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും G7 പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. G7 ഉച്ചകോടിക്കിടെ നിന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേഗത്തിൽ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിലാണ് ട്രംപ് മടങ്ങിയിരിക്കുന്നത്. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന അന്ത്യശാസനം പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ്
ട്രംപ് G7 ഉച്ചകോടി വെട്ടിച്ചുരുക്കിയത്. അതേസമയം 10 ലക്ഷത്തോളം ജനങ്ങളാണ് ടെഹ്റാനിലുള്ളതെന്നും അവരെ ഉടനടി അവിടേക്ക് ഒഴിപ്പിക്കുന്നത് സാധ്യമല്ലെന്നും രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെയാണ് US ഇറാൻ സംഭാഷണങ്ങൾക്ക് വീണ്ടും ആരംഭിച്ചേക്കുമെന്ന സൂചനകൾ വൈറ്റ് ഹൌസ് നൽകിയിരിക്കുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ചർച്ച നടക്കുമെന്നാണ് US ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി BBC അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാനിൽ വെച്ച് 6ാം വട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തിയത്. അതിനിടെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ആവശ്യപ്പെട്ടു. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തന്ത്രപരമായ പിഴവായിരിക്കുമെന്നും മാക്രോൺ മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളെയും വെടിനിർത്തൽ തീരുമാനത്തിൽ എത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിലും അത് വളരെ നല്ല കാര്യമാണ്. സാധാരണക്കാർക്കെതിരായ ആക്രമണം ഇസ്രായേലും ഇറാനും എത്രയും പെട്ടെന്ന് നിർത്തണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടു. 51ാമത് G7 ഉച്ചകോടി ഇന്നലെ കാനഡയിലെ കനാസ്കസിലാണ് സംഘടിപ്പിച്ചിരുന്നത്. ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള G7 നേതാക്കളും യൂറോപ്യൻ യൂണിയനും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കാനഡയിലെത്തിയിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. അതേസമയം തന്നെ ഇന്ത്യയും കർശന മുന്നറിയിപ്പാണ് ഇറാനിലുള്ള പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഇതിനോടകം കുറച്ചുപേരെ വളരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വ്യോമമാർഗം സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുന്നത് വളരെ അപകടം നിറഞ്ഞതായതിനാൽ തന്നെ കരമാർഗത്തിലാണ് ഇപ്പോൾ കുറച്ച് പേരെ ഇന്ത്യ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുൻകൈയെടുക്കാൻ ഇന്ത്യയും ഇപ്പോൾ മുൻപിലുണ്ട്. മാത്രമല്ല ചൈനയും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലെ അവരുടെ സ്വന്തം പൗരന്മാരോട് വളരെ വേഗത്തിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസം കഴിയും തോറും യുദ്ധം കൂടുതൽ മുറുകുന്ന സ്ഥിതിയാണ് കാണാനുള്ളത്. ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും അവസാനിപ്പിക്കാനുള്ള യാതൊരു തരത്തിലുള്ള നീക്കവും കാണാനില്ല. മാത്രമല്ല ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനേയി അടക്കം കൊല്ലുമെന്ന് അല്ലെങ്കിൽ വധിക്കുമെന്ന് ഇസ്രായേൽ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അയത്തുള്ള അലി ഖമനേയും കുടുംബവും ഇപ്പോൾ ബങ്കറിനുള്ളിൽ സുരക്ഷിതമായിട്ട് താമസിക്കുകയാണ്. വളരെ വേഗത്തിലാണ് ഇത്തരത്തിലുള്ള ബങ്കറിനുള്ളിലേക്ക് മാറിയത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരെയൊക്കെ തിരിച്ചു വിളിക്കുകയും അവരെ വളരെ സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് മാറാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്.